ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ എക്സിനെ എനിക്ക് എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു വ്യക്തി എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടോ കുറച്ച് പിണങ്ങി നിൽക്കുവാണ്. സോ ആ വ്യക്തി എങ്ങനെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന്. സോ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വഴികളിലൂടെ നിങ്ങളുടെ എക്സിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുമാത്രമല്ല, എക്സിനെ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല നമുക്ക് വേണ്ടത്, ആ കൊണ്ടുവന്ന വ്യക്തിയെ ജീവിതാവസാനം വരെ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായിട്ട് എന്നും സന്തോഷത്തോടെ ഇരിക്കാമെന്നും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒട്ടും വൈകിക്കുന്നില്ല. സോ ഈ വീഡിയോ മുഴുവനും കാണുക, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 5 വേയും നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഗ്രീൻ ട്രൂത്തിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ കമ്മ്യൂണിറ്റിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയോട് അസോസിയേറ്റ് ചെയ്യാം. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്ക് വീക്ക്ലി ഫ്രീ സെഷൻസ് ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ ചോദിക്കാം. അതുപോലെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് അവിടെ സഹായിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ സക്സസ് സ്റ്റോറീസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ എക്സിനെ, നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 5 വഴികളെയാണ് സൂചിപ്പിക്കുന്നത്. പവർഫുൾ ടൂളായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമ്മുടെ എക്സിനെ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്റ്റ് ചെയ്യാം. ഒട്ടും വൈകുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഡിറ്റാച്ച് അല്ലെങ്കിൽ ലെറ്റ് ഗോ. നമ്മളിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരു പുരുഷനാവാം, സ്ത്രീയാവാം. സോ നിലവിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും ഒരു എറർ വന്നു. സോ ആരെങ്കിലും ഒരാൾ ബ്രേക്കപ്പിന് വേണ്ടി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഐ വാണ്ട് ബ്രേക്കപ്പ്, എനിക്ക് ഇതിന് ബ്രേക്കപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് മുന്നോട്ട് പറ്റുന്നില്ല ഇങ്ങനെ പറയുമ്പം നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തരുത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ എത്രത്തോളം ഹോൾഡ് ചെയ്ത് നിർത്തുന്നോ അത്രമാത്രം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടി വഴക്കുണ്ടായിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ബെഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, അകന്നുകൊണ്ടേയിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് ഗോ, വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുക. എപ്പോഴാണോ നിങ്ങൾ വിട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ലെറ്റ് ഗോ ചെയ്യുന്നത്, അപ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവും, ഒരു കാര്യം അവിടെ ക്രിയേറ്റ് ആവും. എന്താ, എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്, പെണ്ണാവാം അല്ലെങ്കിൽ പുരുഷനാവാം, എങ്കിലേ ആ വ്യക്തിക്ക് തിരിച്ച് ആ സ്പേസിലേക്ക് കടന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ, ആ ഒരു എനർജി ഫീൽഡിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. വ്യക്തി പറയണേ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇനി മുന്നോട്ട് പറ്റുന്നില്ല, ജസ്റ്റ് അത് ഹോൾഡ് ചെയ്യാതെ ജസ്റ്റ് അതിന് വിട്ടുകൊടുക്കുക. ലെറ്റ് ഗോ, ഓക്കെ, ലെറ്റ് ഗോ. നമ്മുടെ ഒരു സ്പേസ് വരുന്നതും ആ സ്പേസിലേക്ക് തിരിച്ച് നമ്മുടെ ആ പാർട്ട്ണറിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതും. വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ, അതായത് ബ്രേക്കപ്പ് സ്റ്റേജിലേക്ക് നമ്മൾ നിൽക്കുമ്പം, ഓ നോ പോകരുത്, ഇല്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നീയാണ് എൻ്റെ ജീവൻ, നീ ഇല്ലാതെ എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല. സോ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വീണ്ടും അതിനെ തിരിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് നിലനിർത്താനായിട്ട് നമ്മൾ നോക്കും. ബട്ട് റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇതുപോലെ ഇത് യൂണിവേഴ്സൽ ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എനർജി ഫീൽഡ് ഉണ്ടല്ലോ, നമ്മൾ ആ എനർജി ഫീൽഡിലേക്ക് വിട്ടുകൊടുക്കുമ്പം ഉറപ്പായിട്ടും നമുക്ക് തിരിച്ച് ആ ഒരു വേയിലേക്ക് തിരിച്ച് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, ലെറ്റ് ഗോ ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക് ദി എനർജി. ആ ഒരു ഊർജ്ജത്തെ തകർക്കുക, അല്ലെങ്കിൽ ഊർജ്ജത്തെ കട്ട് ചെയ്യുക എന്നതാണ് ബ്രേക്ക് ദി എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ബ്രേക്കപ്പ് ടൈമിലേക്ക് നമ്മൾ കാര്യങ്ങൾക്ക് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പം, ആ ടൈമിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ആർഗ്യൂസ്, അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് വിധേയമാവും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. സമയത്ത് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ക്രിയേറ്റ് ചെയ്യും. ഒരു സമയത്ത് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, ബട്ട് യു ഫോക്കസ് ഓൺ ഇറ്റ് എക്സ്പാൻഡ്സ്. അതായത് നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കൊടുക്കുന്നത് അത് വികസിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരിക്കലും പറയാം, നിങ്ങളൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിലെന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വികസിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്യും. അവിടെ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്തുള്ള നിങ്ങളുടെ ആ ഒരു എനർജി ഏതാ, നെഗറ്റീവ്. ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ക്യാരി ചെയ്യും. ആ ക്യാരി ചെയ്ത് ആ നെഗറ്റീവ് എനർജി അനുസരിച്ചായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ആ നെഗറ്റീവ് എനർജിയെ ബേസ് ചെയ്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം
വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ആവും. ആ ഒരു കാര്യം, ആ ഒരു പ്രോബ്ലം എക്സ്പാൻഡ് ആവും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്ത് കട്ട് ദ എനർജി എന്നൊരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. കട്ട് ദ എനർജി മനസ്സിലാക്കുക. നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ലെറ്റ് ഗോ ചെയ്തു. സെക്കൻഡ് പോയിന്റ് കട്ട് ദ എനർജി പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ കട്ട് ദ എനർജി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കണമെന്ന് ചോദിച്ചാൽ, പ്യുവർലി പറയണമെങ്കിൽ നോ കോണ്ടാക്ട് റൂൾ. അതായത് ആ വ്യക്തി ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുകയോ, ജസ്റ്റ് കട്ട് ഇറ്റ്. ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ പാടില്ല. ആണ് കട്ട് ദ എനർജി എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കട്ട് ദ എനർജി പ്രോസസ്സ് യൂസ് ചെയ്യുമ്പം എങ്ങനെ നമ്മുടെ ആ ഒരു വ്യക്തി തിരിച്ചു വരും ചോദിച്ചാൽ, ആ ഒരു എനർജി ഫ്ലോ കട്ട് ചെയ്യുമ്പോൾ, അതായത് ആ വ്യക്തി നമ്മൾ വിളിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു, കാണാൻ ശ്രമിക്കുന്നു, പക്ഷെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ്. ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും 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 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രേരണ വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കട്ട് ദ എനർജി പ്രോസസ്സ് പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്യണം. കട്ട് ദ എനർജി എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരണമെങ്കിൽ ആ ഒരു സമയത്തുള്ള എനർജി ഫ്ലോയിൽ നിന്നും ഡിറ്റാച്ച് ആകുക. അതാണ് ഏറ്റവും മെയിനായിട്ട് പറയുന്നത്. ബിക്കോസ് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയില്ല എങ്കിൽ, കട്ട് ദ എനർജി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് മാറിയില്ല എങ്കിൽ, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പം ആ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവും. പക്ഷേ പഴയതുപോലെ ആയത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ എനർജി ഫ്ലോ എന്ന് വെച്ചാൽ ബാഡായിട്ടുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത്, സംശയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഉള്ളിൽ എവിടെയെങ്കിലും അല്പമെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് വീണ്ടും പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കപ്പിലേക്ക് നയിക്കും. അതുകൊണ്ട് കട്ട് ദ എനർജി അത്രയും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം വരെ നമുക്ക് ആ ഒരു ലെറ്റ് ഗോ പ്രോസസ്സ് അല്ലെങ്കിൽ കട്ട് ദ എനർജി പ്രോസസ്സ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ആഴ്ചകൾ അല്ലെങ്കിൽ 1 മാസം എന്ന് നമുക്ക് പറയാം. സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള പല വെറീഡായിട്ടുള്ള പ്രോബ്ലംസ് വരും, അല്ലെങ്കിൽ പേടിയുണ്ടാവും ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഒരു വേറെ അഫെയറുമായിട്ട് പോവുമോ, അവർക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുമോ, ഒരു തരത്തിലും നെഗറ്റീവായിട്ടുള്ളത് ഒന്നും തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരാനേ പാടില്ല. കട്ട് ചെയ്ത് തന്നെ കളയണം. എത്രത്തോളം ആ പ്രപഞ്ചശക്തി, ആ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുവോ അത്രത്തോളം വിശ്വസിക്കുക. ബിക്കോസ് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ പാർട്ട്ണറിനെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. സോ വിശ്വാസമില്ലെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നിങ്ങൾ കട്ട് ദ എനർജി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു പ്രത്യേകത, ഒരു 3 വീക്സ് അല്ലെങ്കിൽ 4 വീക്സ് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള എനർജി ഫ്ലോ, പുതിയൊരു എനർജി ഫ്ലോ, ലവ് എനർജി ഫ്ലോ കടത്തിവിടാനായിട്ട് നിങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. ആ സമയത്ത് പ്രത്യേകത, നമ്മളൊരു കാന്തം നമ്മളിലേക്ക് എങ്ങനെയാണ് അട്രാക്റ്റ് ആകുന്നത്, അതേപോലെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ആ പാർട്ട്ണർ എന്ത് ചെയ്യും? അതിയായി ആഗ്രഹിക്കും. ബിക്കോസ് ആ വ്യക്തി എങ്ങനെയായിരിക്കും, എങ്ങനെ ആയിരുന്നു, ആ തരത്തിലുള്ള പലതരത്തിലുള്ള ആ ഒരു സംഭവങ്ങൾ, എനർജി ഫ്ലോ അല്ലെങ്കിൽ എനർജിയുടെ രൂപാന്തരം വരുന്നത്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അറിഞ്ഞ് വെറിയിടാവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ ആവശ്യം ആ പാർട്ട്ണർ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതാണ്, റൈറ്റ്? അപ്പം അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ ആ പ്രപഞ്ചശക്തി, ആ പ്രപഞ്ചത്തിനെ ഹൃദയപൂർവ്വം നമ്മൾ വിശ്വസിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. യു മസ്റ്റ് ട്രസ്റ്റ് യൂണിവേഴ്സ്, യു മസ്റ്റ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. സീറോ കമ്മ്യൂണിക്കേഷൻ. ഇനി പറയരുത്, അയ്യോ ഞാൻ ആക്സിഡൻ്റലി ഞാൻ വിളിച്ചുപോയി, ആക്സിഡൻ്റലി ഞാൻ മെസ്സേജ് അയച്ചുപോയി, ആക്സിഡൻ്റലി ഞാൻ അവരുടെ പ്രൊഫൈൽ പിക്ക് കണ്ടു, സോ നത്തിങ്, ഒന്നുമില്ല. നിങ്ങൾക്ക് തിരിച്ചു വേണോ? സോ യു ഹാവ് ടു ഫോളോ ദ റൂൾ. 4 ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാർട്ട്ണറെ തിരിച്ച് വരാനായിട്ട് അല്ലെങ്കിൽ തിരിച്ച് അട്രാക്ട് ചെയ്യാനായിട്ട് കട്ട് ദ എനർജി പ്രോസസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്ലീസ് അത് നിങ്ങളത് മറന്നേക്ക്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി 3ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ 1ാമത്തെ പോയിന്റ് ഡിറ്റാച്ച് ചെയ്തു, 2ാമത്തെ പോയിന്റ് നമ്മൾ കട്ട് ദ എനർജി ചെയ്തു, 3ാമത്തെ പോയിന്റ് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നാണ്. നമ്മുടെ ആഗ്രഹം എന്താണോ അത്, ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനെ സജ്ജീകരിക്കാനുള്ള അനുയോജ്യമായ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളെ എങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ എപ്പോൾ സെറ്റ് ചെയ്യാം? ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. രാവിലെ ഉറക്കമണിക്കുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ വളരെ ശാന്താവസ്ഥയിലായിരിക്കും. ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലായിരിക്കും. ജസ്റ്റ് കണ്ണുകൾ അടച്ചിട്ട് ദൃശ്യവൽക്കരണം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ, ലവ് അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷനെ ഞാൻ ചാനലിൽ
കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിരിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ 10 മിനിറ്റാണ്. ആ 10 മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വിഷ്വലൈസേഷൻ, ആ ഒരു ദൃശ്യവൽക്കരണം കൃത്യമായിട്ടും ഫീലോടുകൂടി ഇമോഷൻസോടുകൂടി മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീഫായിട്ടെന്ന് പറയാം, നിങ്ങളും നിങ്ങളുടെ ആ പാർട്ട്ണറും വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നതും സംസാരിക്കുന്നതും ഇടപെടുന്നതും ട്രിപ്പ് പോകുന്നതും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും. ജസ്റ്റ് ഇമാജിൻ ഇറ്റ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. വാവ്, ഗ്രേറ്റ്. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അപ് ടു യു. നിങ്ങൾക്ക് എത്രയാണ് പറ്റുന്നത് ആ സമയം വരെ എന്ത് ചെയ്യാം, മെഡിറ്റേറ്റ് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ഡ്യൂട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കരുത്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടപ്പോഴാണ് നാളെ രാവിലെ ഉറക്കണീറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക, വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏർലി മോർണിംഗ് രാവിലെ എണീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുന്നേ ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. ഇനി 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉറപ്പായും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വൈബ്രേഷൻ ഫ്രീക്വൻസി, അതായത് വെറുപ്പ് നിങ്ങൾ മസ്റ്റായിട്ട് ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആരുടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി എപ്പോഴും കുഴപ്പങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കത്തേ ഉള്ളൂ. സോ എപ്പോഴും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിലേക്ക് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. 2ാമത്തെ പോയിന്റ് ആങ്കർ, ദേഷ്യം. നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമുള്ള ഒരാളാണോ, സോ നമ്മൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. പാർട്ട്ണറോട് ഏതെങ്കിലും തരത്തിൽ ദേഷ്യമോ ആ തരത്തിലുള്ള വിദ്വേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വിട്ടുകൊടുക്കുക പൂർണ്ണമായും. അതുപോലെ നിരാശ, അസൂയ പോലെ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ ഒരിടവും പോയി ആ വ്യക്തി എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റസ് ഇടുന്നോ, പ്രൊഫൈൽ പിക്ക് മാറ്റുന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്നെ നോക്കുന്നേ ആ വ്യക്തി ഹാപ്പിയാണോ സങ്കടത്തിലാണോ എന്നൊക്കെ. നീ ഹാപ്പി ആണെങ്കിലോ, ഓ അവൻ വളരെ ഹാപ്പിയാണ്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവളെ ഹാപ്പിയാണ്, അവൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. സോ ഒരു തരത്തിലും അസൂയ ആ ഒരു വൈബ്രേഷനെ നിങ്ങൾ കടത്തി വിടാതിരിക്കുക. വൈബ്രേഷൻ ഫ്രീക്വൻസി ലോവറിലാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളേക്ക് എത്തിച്ചേരത്തില്ല. വൈബ്രേഷൻ ഫ്രീക്വൻസി കുറയ്ക്കുന്ന 4-5 പോയിന്റ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മാക്സിമം നമ്മുടെ ലോ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന ഒരു പാതയിൽ നിന്നും മാറി നിൽക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഹൈലി വൈബ്രൻ്റായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും ഹൈലി വൈബ്രൻ്റായിട്ട് നിൽക്കുക. ഒക്കെ ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് എടുത്ത് നന്നായിട്ട് അത് ലെറ്റ് ഗോ ചെയ്തും കളയുക. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ നെഗറ്റീവ് എന്ന തോട്ടിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പറഞ്ഞായിരുന്നു, നിങ്ങൾ നെഗറ്റീവിലാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് എക്സ്പാൻഡ് ആവും. പോസിറ്റീവിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് എക്സ്പാൻഡ് ആവും. ഇതൊക്കെയാ നിങ്ങൾ ചിന്തിക്കുകയാണ്, അയ്യോ എൻ്റെ പാർട്ട്ണർ വേറെ ആരെങ്കിലുമായിട്ടാണ് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, സോ ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റിവിറ്റി എത്രമാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തോട്ട്സ് ബിക്കം തിങ്സ്. ചിന്തകൾ വസ്തുക്കളായി മാറിക്കൊണ്ടേയിരിക്കും, മനസ്സിലാക്കുക. ഇനി അവസാനത്തെ ഫൈനലായിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം. 5ാമത്തെ പോയിന്റ്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനിൽ നിൽക്കുക എന്നതാണ്. ആ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി എത്രമാത്രം നിങ്ങൾക്ക് ഹൈലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രമാത്രം ഹൈലേക്ക് കൊണ്ടുവരിക എന്നതാണ് 5ാമത്തെ പോയിന്റ്. ലൈക്ക് സ്റ്റേ ഇൻ ലവ്. ആ സ്നേഹമാകുന്ന ആ ഒരു കാന്തത്തിൽ നിങ്ങൾ അലിഞ്ഞു ചേരുക. സ്നേഹമാകുന്ന ഒരു കാന്തം എങ്ങനെ ആകാൻ പറ്റും? സെൽഫ് ലവ്, സ്വയം നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. സോ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു റൂളാണ്, മനസ്സിലാക്കുക. സോ സ്നേഹമാകുന്ന ഒരു കാന്തം നിങ്ങളായി മാറിയാൽ സ്നേഹം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റുമെങ്കിലോ നിങ്ങൾ ആ ലവിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് എത്തും. സോ നിങ്ങൾ ഒരു ലവായി മാറും. അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലവ് നിങ്ങളിലേക്ക് വരത്തുള്ളൂ. സോ ലൈക്സ് അട്രാക്ട് ലൈക്സ്. ഒരേ തരത്തിലുള്ള ഫ്രീക്വൻസിയായ വസ്തുക്കളെല്ലാം ഒരുമിച്ചിരിക്കുന്നു, അവ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പം നിങ്ങൾ സ്നേഹമാകുന്ന ഒരു കാന്തമായി മാറിയാലോ നിങ്ങളിലേക്ക് സ്നേഹം അട്രാക്റ്റ് ആയിക്കും. സെൽഫ് ലവിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ലവിനെ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം. ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾക്കിപ്പോൾ എന്താ ഉള്ളത് അതിൽ വളരെ സന്തോഷമായി. കൈകളൊക്കെ നോക്കുക, ഹൗ ബ്യൂട്ടിഫുൾ മൈ ഹാൻഡ്സ്. മുഖം നോക്കുക, എത്ര മനോഹരമായ കണ്ണുകൾ, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. എൻ്റെ ആ സൃഷ്ടാവ് എത്രമാത്രം ബ്ലെസ്ഡ് ആയിട്ടാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഗോഡ്, താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. സോ നിങ്ങളെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോഴൊക്കെ നിങ്ങളുടെ മൈൻഡ് ആ ഒരു ആഗ്രഹിക്കാത്ത ആവശ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോഴൊക്കെ ബ്രീത്ത് ഇൻ,
ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. പറ്റിയില്ലെങ്കിലോ ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ്. നിങ്ങൾക്കിപ്പോൾ എന്താ ഉള്ളത് അതിൽ പൂർണ്ണമായും ഹൃദയപൂർവ്വം നന്ദിയുള്ളവരാകുക. ഉറപ്പായും ഈ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയറിൽ തന്നെ നിലനിർത്തുക. കൃത്യമായിട്ടും ഈ റൂള് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്ക് 100% ഷുവറാണ് റിട്ടേൺ വന്നിരിക്കും. സോ എല്ലാ ആൾക്കാർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹവും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ. താങ്ക് യു.